ഓസ്ബോൺ പാലസ് ഐൽ ഓഫ് വൈറ്റിലെ പ്രശസ്തമായ ഒരു രാജകീയ പാലസാണിത്. ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയയും രാജാവ് പ്രിൻസ് ആൽബർട്ടും അവരുടെ വേനൽക്കാല വസതിയായി നിർമ്മിച്ചതാണിത്. ഇറ്റാലിയൻ റീനസാൻസ് ശൈലിയിലാണ് നിർമ്മാണം. പ്രിൻസ് ആൽബർട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് പല ഭാഗങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിക്ടോറിയയും ആൽബർട്ടും കുട്ടികളായ 9 പേരോടൊപ്പം അവധിക്കാലങ്ങൾ ഇവിടെ ചിലവഴിക്കുകയായിരുന്നു. ഇവിടുത്തെ സ്വിസ് കോട്ടേജ് കുട്ടികൾക്കൊരു പരിശീലന കേന്ദ്രമായിരുന്നു. 1861 പ്രിൻസ് ആൽബർട്ട് മരണപ്പെട്ടു. അതിനുശേഷം ഓസ്ബോൺ പാലസ് രാജ്ഞിയുടെ വിശ്രമ ജീവിതത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി. ഓസ്ബോൺ ഹൗസിനും ഇന്ത്യക്കും തമ്മിലുള്ള ബന്ധം പ്രധാനമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഇന്ത്യയുടെ സ്ഥാനം, റാണി വിക്ടോറിയയുടെ ഇന്ത്യയോടുള്ള അടുപ്പം, കൂടാതെ അവർക്ക് 1876 ലഭിച്ച എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന പദവി എന്നിവയുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, കലാവസ്തുക്കൾ എന്നിവ ഓസ്ബോൺ പാലസിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവയിൽ ആഗ്രയിൽ നിന്നുള്ള കാർപ്പറ്റുകളും ഇന്ത്യൻ രാജാക്കന്മാരുടെ ചിത്രങ്ങളും പീകോക്ക് ത്രോണുകളും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. പാലസിലെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗമാണ് ദർബാർ റൂം. 1890-91 കാലഘട്ടത്തിൽ റാണി വിക്ടോറിയയുടെ നിർദ്ദേശപ്രകാരം എഴുത്തുകാരനായ റഡ്യാർഡ് കിപ്ലിംഗിന്റെ പിതാവ് ജോൺ ലോക്ക്വുഡ് കിപ്ലിംഗ് രൂപകൽപ്പന ചെയ്ത ദർബാർ റൂം ഇന്ത്യയുടെ സമ്പന്നമായ ശില്പകലയും സാംസ്കാരിക പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യൻ ആർക്കിടെക്റ്റായ ഭായ് റാം സിംഗിന്റെ സംഭാവനകൾ ഇതിൽ ശ്രേഷ്ഠമാണ്. ഔദ്യോഗിക വിരുന്നുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ മുറിയിൽ ഗണേശന്റെ പ്രതിമകളും മറ്റ് ഇന്ത്യൻ ദൈവങ്ങളുടെ പ്രതീകങ്ങളും ഉൾപ്പെടുന്നു. രാജ്ഞിയുടെ ഇന്ത്യൻ സഹായി അബ്ദുൽ കരീം പാലസിൽ ഏറെ നാൾ സമയം ചിലവഴിച്ചു. അദ്ദേഹത്തോടുള്ള രാജ്ഞിയുടെ ആത്മീയമായ ബന്ധം ബ്രിട്ടീഷ് രാജവംശത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു. രാജകുടുംബം ഉപയോഗിച്ചിരുന്ന സ്വകാര്യ കടൽത്തീരം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിരിക്കുകയാണ്. 1901 റാണി അന്തരിച്ചു. ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന സംഘടനയുടെ കീഴിലാണ് ഓസ്ബോൺ പാലസ് ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത്.